വിശേഷം കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകണം. വീട്ടിൽ പോയിട്ട് വേണം ബാക്കിയുള്ള പിള്ളേരെ കാണാനായിട്ട്. ഞാൻ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്. നമ്മുടെ ഈ ഒരു വീട് നിങ്ങൾക്ക് കാണിക്കണം. ജൂലിക്കുട്ടി കണ്ടാ മമ്മി ചെയ്ത് വെച്ചാൽ പണി കണ്ടോ. ഹലോ പെറ്റ് ലവേഴ്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ടിരിക്കാന്ന് വിശ്വസിക്കുകയാണ്. ഞാനും എൻ്റെ മക്കളെന്ന് പറയാനായിട്ട് എല്ലാവരും ഇപ്പം ഇല്ല കേട്ടോ. ഇപ്പോൾ രണ്ടുപേര് മാത്രമേ ഉള്ളൂ, നമ്മുടെ മൂത്ത ചേട്ടനും പിന്നെ നമ്മുടെ മൂത്ത ചേച്ചിയും പിന്നെ നമ്മുടെ ഗോപുട്ടനും. ഞങ്ങൾ 3 പേര് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും വീണ്ടും അകത്താണ്. കാരണം ഇപ്പോൾ സമയം 12:30 ആയിട്ടുള്ളൂ. ഉച്ചയ്ക്കാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. കാരണം എന്താ പറയുക, ഇന്ന് ഒത്തിരി സന്തോഷമുള്ള ദിവസം കൂടി കേട്ടോ. കാരണം വേറെ ഒന്നല്ല, ഞാൻ നമ്മുടെ വീട്ടിലേക്ക് പോവാണ് നമ്മുടെ ബാക്കിയുള്ള പിള്ളേരെ കാണാൻ. ആദ്യമൊക്കെ എന്നറിയാലോ, ജിമ്മിച്ചൻ, ഡോബ്രു, ബെല്ലക്കുട്ടി, ഇഷക്കുട്ടി, അതുപോലെ ശ്രീക്കുട്ടി, മാളു, കൊക്കോ, അവർ 6-7 പേര് അവിടെയാണ് ഇപ്പോൾ. ഇതൊക്കെ സിറ്റുവേഷൻ അറിയാലോ. കാരണം നമ്മളിവിടെ അത്രത്തോളം കൺജസ്റ്റഡ് ആണെന്നും ഇത്രയധികം പിള്ളേർ ഇപ്പം തന്നെ ഇവിടെ 14 പിള്ളേരുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ഇതാക്കുമ്പോൾ നമുക്കത് പറ്റിയെന്ന് വരില്ല. കാരണം എല്ലാവരും വീണ്ടും അകത്താണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇന്നലെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞ നമ്മുടെ ഈ ഒരു തൊഴുത്ത് നമ്മൾ ആക്കുന്ന ഒരു കാര്യം. അപ്പോൾ നമ്മളെ അടുത്ത ആഴ്ച നമ്മൾ ചലഞ്ച് വെച്ചത് എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ആഴ്ച തിങ്കളാഴ്ച വരെയാണ് നമ്മൾ ചലഞ്ച് പറഞ്ഞേക്കണം. അപ്പോൾ നമ്മൾ ഏകദേശം എസ്റ്റിമേഷൻ കാര്യങ്ങളും പറഞ്ഞ കാര്യം എല്ലാവർക്കും ഓർമ്മ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. 35 to 40K എന്ന് വെച്ചാൽ 35,000 തൊട്ട് 40,000 ആണ്. 40,000 മാക്സിമം ആണ്, അത്രത്തോളം വരില്ല. എന്നിരുന്നാലും സ്റ്റീൽ റേറ്റും കാര്യങ്ങളും. കാരണം ഈ ഒരു ഭാഗം കവർ ചെയ്യണം, ഇതിന് മുന്നോടി ഈ ഒരു ഭാഗം കവർ ചെയ്യണം. ഈ ഒരു ഭാഗം ഇങ്ങനെ വെച്ചിട്ടാണ് ഇത് നമുക്ക് ഏകദേശം നിങ്ങൾക്ക് ഞാൻ പണിയുന്ന സമയത്തെ വീഡിയോസ് കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. ഇപ്പൊ ഞാൻ പറഞ്ഞു തരുമ്പോൾ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാം, അറിയണവർക്ക് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. നമ്മളുടെ അവിടുത്തെ ഫെൻസ് ഇത്രയും ഒരു ഹൈറ്റാണ് വരുന്നത്. അപ്പൊ ഇങ്ങനെ വെച്ച് ഇവിടെ നിന്നാണ് ചെയ്യണമെങ്കിൽ ഇത്രയും ഭാഗം കവർ ചെയ്യാനായിട്ട് ഇതിൻ്റെ ഇടയിലെ പോർഷനും അതുപോലെ ഈ ഒരു പോർഷനും പിന്നെ ഇടയിൽ സംഭവങ്ങളും അങ്ങനെയൊക്കെ കൂടി എല്ലാം കൂട്ടിയിട്ടാണ് ഈ ഒരു റേറ്റ്, പണിക്കൂലി അടക്കം. അപ്പൊ അവര് ചിലപ്പോൾ അവർ ജോലി കഴിഞ്ഞിട്ട് രാത്രി ആയിരിക്കാം ചിലപ്പോൾ വരാം, അവരുടെ വർക്ക് ഷെഡ്യൂൾ അനുസരിച്ചിട്ടോ. അപ്പൊ അതങ്ങനെയാണ് പറഞ്ഞത്. അപ്പൊ രാത്രിയാകുമ്പോൾ നമ്മൾ എക്സ്ട്രാ കൊടുക്കേണ്ട വരും. കാരണം ചിലപ്പോൾ അവരെനിക്ക് തോന്നുന്നു ഒരു ബിൽഡിങ്ങിന്റെ ഒരു കോൺട്രാക്ട് എടുത്തേക്കാണ്. അപ്പൊ അവർക്ക് എനിക്ക് തോന്നുന്നു വൈകുന്നേരം ആയിരിക്കും മിക്കത് അവർ വരാം. അപ്പൊ ആ ഒരു ഇതനുസരിച്ച് എല്ലാം കൂടി കൂട്ടിയിട്ടാണ് 35 to 40. 35 തന്നെ നമുക്ക് ആക്കാം. അതിലേക്ക് തന്നെ മാക്സിമം ആക്കി തരാം എന്ന് തന്നെയാണ് പറഞ്ഞത്. അപ്പൊ ശരിക്കും പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ നമ്മുടെ സ്കൂബി പെണ്ണും അതുപോലെ ബെല്ലക്കുട്ടി, ഡോബ്രു, വിക്കി, ഇനിയിപ്പോൾ ഫീമെയിൽസിനെ നമുക്ക് ഒരാളെയും കൂടി ഹോൾഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഹോൾഡ് ചെയ്യാം. കാരണം കേജ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത തരത്തിൽ വലിപ്പം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇങ്ങനെ 3 ഇതിൽ പാർട്ടീഷൻ ചെയ്ത് കഴിഞ്ഞാൽ സുഖസുന്ദരമായിട്ട് ഇവരെല്ലാവരും കെടുക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിലോട്ട് കുറച്ച് പേരെ ആഡ് ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത് കഴിഞ്ഞിട്ടാണ് ശരിക്കും ഇത് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഇത് ശരിക്കും ഫസ്റ്റത്തെ ഒരു ഇത് മാത്രമാണ്. ബാക്കി രണ്ടാമത്തെയാണ് ഈ കാണുന്ന ഇപ്പോഴത്തെ ഈ ഒരു സ്ഥലത്തെ ഈ ഒരു പ്രോജക്റ്റ് ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങളുടെ പരിചയത്തിൽ ഏതെങ്കിലും നല്ലൊരു സ്പോൺസർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നോട് പറയണം. കാരണം ഇത് അത്യാവശ്യം ഒരു ഹ്യൂജ് എമൗണ്ട് ആവും. അപ്പൊ ആദ്യത്തെ കടമ്പ കാരണം എങ്കിൽ മാത്രമേ എനിക്ക് ശരിക്കും റെസ്ക്യൂസ് എനിക്ക് ഏറ്റെടുക്കാനായിട്ട് പറ്റുള്ളൂ. കാരണം നമ്മൾ കുറേ പിള്ളേരെ നമ്മൾ ആക്കി കൂട്ടത്തിലിട്ടിരുതേ. അവിടെ നമ്മുടെ ഗോപുട്ടം വന്നു. എന്താണ് അവിടേക്ക് മോന്റെ വിശേഷങ്ങൾക്ക് വരുന്നുള്ളൂ. അന്ന് ചേട്ടൻ ഇവിടെ ഉണ്ട്. അപ്പോ നമ്മൾ ഇങ്ങനെ കുറെ പിള്ളേരെ നമ്മളാക്കി കൂട്ടി വെച്ചിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ എന്താ പറയാ, നല്ല ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആരൊക്കെയാണോ എത്ര പിള്ളേരുണ്ടാവും അതെല്ലാം നമ്മൾ നല്ല വൃത്തിയോടെ വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അപ്പം അതിൻ്റെതായിട്ടുള്ള സ്പേസ് നമുക്കുണ്ട്. അത് നമ്മൾ ആക്കണമെങ്കിൽ നമുക്ക് ഫിനാൻഷ്യലി നമുക്ക് കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ ഫിനാൻഷ്യലി എന്താ പറയുക ഹെൽപ്പ് ചെയ്യാൻ കഴിയുന്നവർ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു കേജിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ചെയ്തു തരാണെങ്കിൽ ഏറ്റവും വലിയൊരു ഉപകാരമാണ്. അപ്പം എന്തായാലും നമ്മുടെ മക്കളുടെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. ആദ്യം നമ്മുടെ ഗോപുട്ടൻ, കാരണം ആദ്യം തന്നെ ഗോപുട്ടൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കുന്നത് വേറെ ഒന്നല്ല കേട്ടോ. ഇങ്ങോട്ട് വാ. ഗോപുട്ടൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കുന്നത് വേറെ ഒന്നല്ല. ആശാൻ കാരണം കൊണ്ടാണ് എന്നെ ശരിക്കും ഒരു എന്താ പറയുക പുറത്തു പോകുമ്പോൾ ഒരാൾ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഗോപുട്ടൻ കാരണമാണ്. അതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുള്ളൂ. അല്ല ഗോപൂസേ? അതെ. അപ്പോൾ നമ്മൾ ഗോപൂസിനെ പിണക്കിയാലും ഇതാക്കിയാലും എന്താ പറയുക കൂടുതൽ
എനിക്ക് തോന്നുന്നു കൂടുതൽ ആൾക്കാർ കാണാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഗോപുട്ടനെയാണ്. അല്ല ഗോപിച്ചേ? അതുപോലെ തന്നെ നമ്മളെ ശ്രീകുട്ടീനെയും ചോദിക്കുന്നുണ്ട് കേട്ടോ. അവളെ കൊണ്ടുവരാൻ പറ്റാത്ത ഇവിടെ ഒരു കേജ് എക്സ്ട്രാ ഒക്കെ എടുക്കുന്നുണ്ട്. പക്ഷെ നമ്മളത് കഴിഞ്ഞ് കുറച്ച് പേരെ അങ്ങോട്ട് മാറ്റി അതിൽ നിന്ന് അഴവ് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ശ്രീകുട്ടനെ കൊണ്ടുവരും. അപ്പോൾ എൻ്റെ ആന അവിടെ എല്ലാവരും ഉറക്കത്തിന് എണീച്ചു കേട്ടോ. നമുക്ക് അകത്തത്തെ പിള്ളേരെ അവിടെ പോയി വിശേഷം കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകണം. വീട്ടിൽ പോയിട്ട് വേണം ബാക്കിയുള്ള പിള്ളേരെ കാണാനായിട്ട്. ഞാൻ ആ ഒരു എക്സൈറ്റ്മെന്റിലാണ്. അപ്പോൾ ലൈറ്റ് ഇപ്പോൾ ഇതേ കണ്ടോ, ഇവിടെ പാപ്പൂസിനെ ഞങ്ങള് ജസ്റ്റ് ഞാനൊന്ന് വൈപ്പ് ചെയ്യാൻ ചെയ്തോളൂ കേട്ടോ. കുളിപ്പിക്കാനൊന്നുമില്ല. അവിടെ അതെ നമ്മുടെ ലോയി. എന്താ ലോയി? എന്താണ്? ശരിക്കും പറയുകയാണെങ്കിലേ ഞാന് മെയിൻലി ഇപ്പോ അവിടുത്തെ ആ ഒരു സംഭവം ഉദ്ദേശിക്കണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലാവുമ്പോൾ കേജുകള് വേണ്ട. നമ്മൾ അവരെ ഫ്രീ ആയി നമുക്ക് അതിലേക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഒരു ചെറിയൊരു ഇപ്പൊ നമ്മളിപ്പോ ഇങ്ങനെ ചെയ്യണത് വേറെ കൊണ്ടല്ല, ഓരോരുത്തർ വന്നത് ഓരോ അസുഖങ്ങൾ മൂലമാണ്. അപ്പോ എല്ലാം ഇപ്പോ ഒട്ടുമിക്ക ഭേദമായിട്ടുണ്ട്. നമുക്കറിയാം നമ്മുടെ ആമിക്കുട്ടിയുടെ, അതുപോലെ പിന്നെ അതുപോലെ നന്ദുട്ടിയുടെ സ്കിൻ എങ്ങനെയായിരുന്നു നിങ്ങൾക്കറിയാം, പാപ്പൂന് എങ്ങനെയായിരുന്നു അറിയാം. ഒന്നും വേണം, അതെ നമ്മുടെ കിങ്ങിണി. അപ്പോ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് വരുമ്പോൾ നമ്മള് കേജിലാക്കും. അല്ലാത്ത പക്ഷം നമ്മളെല്ലാവരും അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അറ്റ് എ ടൈം ഒരു 100 ഡോഗ്സിനെ ഹോൾഡ് ചെയ്യാൻ പറ്റണം. കാരണം നമുക്ക് റെസ്ക്യൂ കഴിഞ്ഞിട്ട് നല്ലൊരു ഫാമിലി അഡോപ്ഷൻ വന്നാൽ തീർച്ചയായിട്ടും നമുക്ക് അവരെ കൊടുക്കും. നല്ലൊരു ഫാമിലി വന്നാൽ, എനിക്ക് വിശ്വാസം വന്നാൽ മാത്രം. അല്ലാതെ എനിക്ക് വിശ്വാസം ഇല്ലാത്ത, അല്ലെങ്കിൽ എനിക്ക് അറിയാത്ത ഒരാൾക്ക് ഞാൻ പെട്ടെന്ന് അങ്ങനെ പിള്ളേരെ കൊടുക്കില്ല. എന്നെ പറയുന്നവർക്ക് അറിയാതെ. അപ്പോ എല്ലാരും ഇപ്പൊ ഇനി ഞാൻ പോവാണ് കേട്ടാ. ഞാൻ പോവാ, നിന്നോടാ പറയണ, ഞാൻ പോവാ. അപ്പോ ഞാന് അവിടേക്ക് എന്റെ ബാക്കിയുള്ള പിള്ളേരെ കാണാൻ, ജിമ്മിച്ചനും ശ്രീകുട്ടി, എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം കുറെ നാളായി അവരെ ഒന്ന് കണ്ടിട്ട്. കുറെ നാളല്ല, ഒരാഴ്ച കഴിഞ്ഞ ആഴ്ച ഞാൻ പോയായിരുന്നു. അപ്പൊ എനിക്കത് കവർ ചെയ്യാൻ പറ്റിയില്ല. നമ്മളെ കഴിഞ്ഞ ആഴ്ചയില് നമ്മുടെ ആമിക്കുട്ടീനെ കൊണ്ടുപോകുന്ന സമയത്ത് ഞാൻ അവിടെ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാണ്. അപ്പൊ അവിടെ ചെന്നിട്ട് ഞാൻ ബാക്കിയുള്ള മക്കളുടെ വിശേഷങ്ങളായിട്ട് വരാം. യെസ്, അപ്പോൾ കുറച്ച് നാളുകൾക്ക് ശേഷം നിങ്ങളെ കാണിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. പിന്നെ അത് മാത്രമല്ല കേട്ടോ, നിങ്ങൾക്ക് വീട് മാത്രമല്ല, നിങ്ങൾക്ക് പുതിയൊരു അതിഥി കൂടെ കാണണോ. മമ്മി 2 ആഴ്ച മുന്നേ കൊണ്ടുവന്നതാണ് ആ കുഞ്ഞിനെ. എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ കോലം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. എന്താണെന്നറിയോ? കാണിച്ചു തരാം കേട്ടാ. ഹലോ മാഡം, ഇതാണ് നമ്മുടെ പുതിയ അതിഥി. ഇതാണ് നമ്മുടെ പുതിയ ആള്, നമ്മുടെ ജൂലിക്കുട്ടി. കണ്ടാ, മമ്മി ചെയ്ത് വെച്ചാൽ പണി കണ്ടോ. ഫുള്ള് എന്താ പറയുക, കന്മശയ്ക്ക് എഴുതി, കണ്ണൊക്കെ എഴുതി, വാലിട്ട് കണ്ണെഴുതി കൊടുത്തേക്കാണ് നമ്മുടെ ഈ കുറുമ്പി പെണ്ണിന്. ഈ ഗേറ്റ് അടച്ചില്ലെങ്കിലേ ആശാത്തി പോവും. ഇത് മമ്മി ജോലിക്ക് പോകുന്നതിൻ്റെ ഇടയിൽ കൂടെ ആസ് യൂഷ്വൽ നമ്മുടെ ഗോപുട്ടനെ കിട്ടിയ പോലെ തന്നെ കിട്ടിയതാണ് ഈ ഒരു കുരിപ്പിനെ. അല്ലടി അല്ലടി നല്ല മണാട്ടോ. അല്ലെങ്കിൽ പപ്പീസിനെ കുളിപ്പിച്ച് നല്ല സുന്ദരിമണിയൊക്കെ ഇട്ട് നിന്നതിൻ്റെങ്കിൽ അത് നല്ല മണിയാണ്. കടിയാൻ തോന്നും ശരിക്കും പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ. അല്ലടി ജൂലി നാട്ടോ പേരിട്ടാണ്, ജൂലിക്കുട്ടി. എന്താണ് ഇവിടെ എന്താ പറയുക, കൊണ്ടുവരേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ മമ്മി വിട്ട് തരാൻ ചാൻസ് ഇല്ല. അപ്പോൾ മമ്മിക്ക് വേണമെന്ന് പറഞ്ഞു. അതായിരിക്കണോ നമ്മുടെ ഇവിടുത്തെ മെയിൻ കാവൽക്കാരിയാണ് ഇനി ഇവിടുത്തെ. അല്ല ജൂലിയ, പേരൊന്നും വിളിച്ചു കഴിഞ്ഞാൽ കേൾക്കും കൂടി ഇല്ല, മനസ്സിലാവില്ല. മമ്മിയുടെ ഒരു ഇത് അനുസരിച്ചിട്ട് മമ്മി എന്തായാലും കൊഞ്ചിച്ച് വഷളാക്കി വെച്ച കാരണം പേര് വിളിച്ചാൽ പെട്ടെന്ന് കേൾക്കില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ആശാൻ, നമ്മുടെ ഡോബ്രു. ഇതിനെ നമ്മൾ ഈ ആഴ്ച അങ്ങോട്ട് കൊണ്ടുവരണം. അപ്പോൾ ഈ ഒരു സ്പേസിലാണ് അവനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ അങ്ങോട്ട് എത്തിച്ച് കഴിഞ്ഞാൽ അവിടെ ഓടിക്കളിക്കാനായിട്ട് അത്യാവശ്യം നല്ല സ്പേസുള്ള കാരണം കൊണ്ട് സുഖമാണ്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു സ്പേസിൽ നിൽക്കണതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ട് അവന്. അപ്പോൾ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ എൻ്റെ മെക്കെട്ട് ചാടിയോണ്ട് നിൽക്കും. അത് കാരണം കൊണ്ടാണ് ഞാൻ ഏറ്റവും ലാസ്റ്റ് കൊഞ്ചിക്കാമെന്ന് വിചാരിച്ചത്. ഞാൻ വന്നപ്പോഴൊന്ന് കൊഞ്ചിച്ചതിൻ്റെയാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ ഇടയിലൂടെ കാണിച്ച് കഴിഞ്ഞാൽ മൈക്കൊക്കെ തെറിച്ചു പോകും, പിന്നെ വീഡിയോ ഒക്കെ പകുതി വെച്ച് നിൽക്കേണ്ടി വരും. അപ്പോൾ ഡോബ്രു നമുക്ക് പോവാട്ടാ. ഡോബ്രുവാ കള്ള വേഗം പോവാട്ടാ. ഇവനൊക്കെ അവിടെ പോയി കഴിഞ്ഞാണ്ടല്ലോ സുഖം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാവിഷാണ്, ഓട്ടി കളിച്ച് നടക്കാനായിട്ട് കറക്റ്റാണ് അവിടേക്ക്. ശരിക്കും ഇപ്പോൾ ഒരു വയസ്സ് കഴിഞ്ഞു, 1.5 വയസ്സായി ഇപ്പോൾ ഏകദേശം. അപ്പോൾ നിങ്ങൾ ഡോബ്രുവിനെ കണ്ടു. ഞാൻ അടുത്ത് നമ്മുടെ ഇതാരാ നോക്കി ബെല്ലക്കുട്ടി അല്ലേ ഈ നിൽക്കണേ. ബെല്ലക്കുട്ടി ഇശക്കുട്ടി
ഇഷക്കുട്ടീനെ നിങ്ങൾ നമ്മുടെ വീഡിയോസ് കാണുന്നവർക്ക് ആദ്യം തൊട്ട് കാണുന്നവർക്ക് അറിയാം, എന്താ പറയുക, ഓർമ്മയുണ്ടാവും. എന്നുവെച്ചാൽ നമുക്ക് ഈ ഒരു സ്റ്റേജിൽ ഇതല്ല, ഇതിനേക്കാളും കണ്ണുറക്കണ ആ ഒരു സ്റ്റേജിലാണ് നമുക്ക് അവളെ കിട്ടണേ. ഈ ഒരു പോർഷനിൽ നിറച്ച് പുഴുക്കളും കാര്യങ്ങളൊക്കെ ആയിട്ട്. എന്നിട്ട് ഇതേ ഇപ്പോൾ ഇങ്ങനെയായി. എന്താ പറയുക, വളരെ സന്തോഷമാണ് അങ്ങനെയൊക്കെ കാണുമ്പോൾ തന്നെ. കാരണം ഞാൻ ആ സൗണ്ട് എന്ന് വെച്ചാൽ ഇവിടെ ശരിക്കും പറഞ്ഞാൽ അവിടെ കിട്ടുന്ന മോങ്ങായിരുന്നു, കരച്ചിലായിരുന്നു അവിടെ. എന്ന് വെച്ചാൽ ഇവിടെ എന്താ പറയുക, നിറച്ച് പുഴുക്കളൊക്കെ ആയിട്ട് വേദനയോടുള്ള കരച്ചിലായിരുന്നു. അപ്പോൾ അത് ആ ഒരു കരച്ചിൽ ഞാൻ കേട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് ഇവിടെ ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലേ നമുക്ക് നമ്മുടെ വീട്ടിലുള്ളിലത്തെ പിള്ളേരുടെ ഇതിലേക്ക് അടക്കാം. ശരിക്കും പറഞ്ഞാൽ കുറേ ഇതിൽ മെയിനായിട്ട് ആൾക്കാർക്ക് കാണാൻ ആഗ്രഹം വേറെ ആരുമല്ല, നമ്മുടെ ജിമ്മിച്ചനെയാണ് കുറേ പേര് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ജിമ്മിച്ചനെ ഇങ്ങോട്ട് കൊണ്ടുവരണം, അവനെ അഴിച്ചു വിടണം എന്നൊക്കെ ഉള്ളത്. സത്യം പറഞ്ഞാൽ എനിക്കും ആഗ്രഹമുണ്ട്. കാരണം ഇപ്പോൾ നമ്മളിപ്പോൾ കൊണ്ടുവന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ അവനെ കെട്ടിയിടാനേ പറ്റുള്ളൂ. അപ്പോൾ അവന് പുള്ളി അഴിച്ചു വിടുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ വലിയ ആൾക്കാർ എന്ന് വെച്ചാൽ നമ്മുടെ സ്കൂബി, ഡോബറും ഇവരെല്ലാവരെയും നമ്മൾ മറ്റേ നമ്മുടെ തൊഴുത്ത് കേജിലേക്ക് ആക്കിയിട്ട് വേണം ഇവനൊക്കെ അങ്ങോട്ട് എത്തിക്കാൻ. ഇല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇരിക്കണമെന്ന് നോക്കണ്ട, ആശാൻ നല്ല കടിയനാണ് അല്ലേ ജിമ്മിച്ച? എന്തിട്ടായിരുന്നു വിശേഷം? എന്ത് വിശേഷം പറഞ്ഞു കൊടുത്തത്? കുറേ നാളായി എല്ലാവരും കണ്ടു, കുറേ നാളായി വിശേഷങ്ങൾ പറഞ്ഞു കൊടുത്തത് ജിമ്മിച്ച. പിന്നെ മെയിനായിട്ട് കാണാൻ ആഗ്രഹമുള്ളത് ആരെയെന്ന് മനസ്സിലായോ? കേൾക്കുന്നു നമ്മുടെ ശ്രീക്കുട്ടീനെ ശരിക്കും എനിക്ക് കൊണ്ടുവരണമെന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും നമുക്ക് അവിടെ കേജ് ഒഴിവുണ്ടെങ്കിലും ഞാൻ എത്തിക്കാം. കൊണ്ടുവരേണ്ട കാര്യങ്ങൾ ഞാൻ എന്തായാലും ചെയ്യുന്നുണ്ട്. വഴിയെ എന്തായാലും ഞാൻ കൊണ്ടുവരും, അടുത്ത ആഴ്ചയ്ക്കുള്ളിൽ ഞാൻ എന്തായാലും കൊണ്ടുവരും. അപ്പോൾ അതെ അവിടെ ഫുള്ള് ബഹളമാണ്. എന്താണ് അതെ ഇവരെല്ലാവരും നമ്മുടെ ശ്രീക്കുട്ടി, മാളു, അതുപോലെ കൊക്കോ, ജിമ്മിച്ചൻ, നമ്മുടെ ചെടിയല്ല ചെടി അവിടെ എത്തി. നമ്മുടെ ആരാണ്, ഡോബറു, ബെല്ല, ഉഷ, ഇവരെല്ലാവരും നമുക്ക് അങ്ങോട്ട് എത്തിക്കാനുള്ളതാണ്. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇവരെയും കൂടെ നമുക്ക് അങ്ങോട്ട് എത്തിക്കാനുണ്ട്. ഈ ഒരു കേജൊക്കെ നമുക്ക് കൊണ്ടുപോകാനുള്ളതാണ് നമ്മുടെ വീട്ടിലേക്ക്. ഇവിടെ മാളുപ്പെണ്ണ് കണ്ടോ, മാളുപ്പെണ്ണ് നല്ല ശുഞ്ചിരി മോളായിട്ട് എന്താണ് ഇവളിപ്പോൾ കേജിലാക്കിയേക്കൊണ്ട് വേറെ ഒന്നല്ല കേട്ടോ, ഹീറ്റിലാണ്. അപ്പോൾ പണി കിട്ടണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അറിയാലോ, പണി കിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ തന്നെ ഇതാക്കും. ഇല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെ ഇവനായാലും മതി. ഇനി അതിൻ്റെ പിന്നാലെ ഞാൻ നടക്കേണ്ടി വരും, അത് കാരണം കൊണ്ടാട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ഇങ്ങോട്ട് വന്നേ, പുതിയ ആൾ ഇങ്ങോട്ട് വന്നേ, നിന്നൊന്ന് വ്യക്തമായിട്ടൊന്ന് കാണട്ടെ എല്ലാവരും. ഡുണ്ടുമണി എന്തായാലും നിങ്ങളെല്ലാവരും ഹാപ്പി ആയില്ലേ? ഞാനും ഹാപ്പി. അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മൾ പിള്ളേരെ നമ്മൾ കൊണ്ടുപോകും നമ്മുടെ അവിടേക്ക്. അപ്പോൾ എല്ലാവരും സഹകരിക്കണം, സഹായിക്കണം. കഴിയുന്നത് നമ്മൾ ആ തൊഴുത്തൊന്നാക്കി സെറ്റാക്കി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമ്മളെല്ലാം ആക്കും. പിന്നെ നമ്മൾ സ്റ്റെപ്പായിട്ട് നമ്മൾ റെസ്ക്യൂസ് എടുക്കും. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഇന്ന് ഇവിടെ വെച്ചിട്ടാണ് വൈൻഡപ്പ്. അപ്പോൾ നാളെ ഞങ്ങൾ പുതിയ വിശേഷങ്ങളായിട്ട് വരാം. അപ്പോൾ ബൈ.